എല്ലാരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. ഞാൻ പറയുന്ന നല്ലോണം കേൾക്കാവോ? കേൾക്കുന്നുണ്ട്. എന്റെ പേര് ഓക്കെ, താങ്ക് യു. എന്റെ പേര് ജിഷ. ഞാൻ വിമ്പിൾ അക്കാദമിയുടെ കൂടെ കുറച്ച് നാളുകളായിട്ട് നിങ്ങളെല്ലാവരെയും പോലെ യാത്ര ചെയ്യാണ്. അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മളെല്ലാവരും ഈ വെളുപ്പാങ്കാലത്ത്, ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ശരിക്കും പൊതച്ചുമൂടി കിടക്കേണ്ട സമയത്ത് എല്ലാവരും കാണിക്കുന്ന ഉത്സാഹം, അതാണ് ഓരോ ദിവസവും നമ്മളെ ഓരോരുത്തരെയും ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത്, അല്ലേ? സ്റ്റെഫി, ഗുഡ് മോർണിംഗ്. താങ്ക് യു. അപ്പോ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ, അത് ഓരോ ദിവസവും നമ്മളിലേക്ക് ഒത്തിരി പേരെ അടുപ്പിക്കുന്നു. അപ്പോൾ വിമ്പിൾ അക്കാദമിയിലെ ഓരോ അംഗങ്ങളെയും ഞാൻ ഈ ഒരു കൊച്ചു ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ടോപ്പിക് എന്താണെന്ന് അറിയാവോ? ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നോ? നന്മൂട്ടിയത് പറയാവോ? ഗുഡ് മോർണിംഗ് മിനി. ഹലോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ടു അവോയ്ഡ് അൺവാണ്ടഡ് തോട്ട്സ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതെന്ന് നമ്മൾ എല്ലാവരും ഒരുമിച്ചൊന്ന് ചിന്തിക്കാൻ പോവാണ്. റെഡിയാണോ എല്ലാവരും? റെഡി. ഓക്കെ, സെറ്റ്. അപ്പോ ഇങ്ങനൊരു വാചകം കേട്ടിട്ടുണ്ടോ? അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണെന്ന്. ആരൊക്കെ കേട്ടിട്ടുണ്ട്? അലസന്റെ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ്. കേട്ടിട്ടുണ്ടോ? ആര്യ? കേട്ടിട്ടുണ്ട് അല്ലെ? അതിൽ തന്നെ നമുക്ക് നമ്മളുടെ ചിന്തകളുടെ അല്ലെങ്കിൽ വേണ്ടാത്ത, നമുക്ക് ആവശ്യമില്ലാതെ കടന്നു വരുന്ന ചിന്തകളുടെ കാരണവും അതിന്റെ സൊല്യൂഷനും ഒക്കെ ഉണ്ട് അതില്ലേ. ശരിക്കും നമ്മൾ അലസതയോടെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഒന്നും ചെയ്യാനില്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് ചിന്തകൾ, അത് മിക്കവാറും ഒരു 90% വേണ്ടാത്ത ചിന്തകളായിരിക്കും അല്ലെ? അപ്പൊ ആ ചിന്തകള്, നമ്മുടെ മനസ്സ് എപ്പോഴാണോ അലസമായിരിക്കുന്നത്, ഒന്നും ചെയ്യാനില്ലാത്ത വിധത്തില്, അല്ലെങ്കിൽ ആ മനസ്സിൽ ആ ചിന്തകൾ കൊണ്ട് തന്നെ നമ്മുടെ ശരീരവും നമ്മുടെ എനർജിയും ഫുള്ളും ഇങ്ങനെ ഡ്രെയിൻ ചെയ്തു പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ? അപ്പോ നമ്മളുടെ ചിന്തകളുടെ അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകളുടെ പ്രധാന കാരണം അലസതയുള്ള മനസ്സാണ്. അപ്പൊ അലസതയുള്ള മനസ്സ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ തന്നെ നമ്മുടെ പകുതി മുക്കാൽ ഭാഗവും നല്ല ചിന്തകൾ കടന്നു വരാനായിട്ട് ഇടയാകും. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങളുടെ നിരന്തരമുള്ള ചിന്തകൾ നിങ്ങളുടെ ശീലങ്ങളായി മാറുന്നു. അതുപോലെ ശീലങ്ങൾ സ്വഭാവമായി മാറുന്നു. സ്വഭാവമാണ് പ്രവൃത്തികളായി മാറുന്നത്. പ്രവൃത്തികളാണ് നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുന്നത്. അപ്പോൾ നല്ല പ്രവൃത്തികൾ നമ്മൾക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർ എല്ലാവരും മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറ്. ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ഒരു ദിവസത്തിൽ എത്രമാത്രം ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്ന് ഒന്ന് പറയാവോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ആരെങ്കിലും പറയാവോ? അറിയാവോ? ഒരു ദിവസം ഒരു മനുഷ്യൻ എത്ര പറഞ്ഞോ? 50,000 ക്ലാസ്സിൽ പറഞ്ഞു. ഒരു 30,000 മുതൽ 70,000 വരെ ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്നാ പറയുന്നത്. അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഇതനുസരിച്ചിരിക്കും, ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അനുസരിച്ച് 30,000 മുതൽ 70,000 വരെ ചിന്തകൾ കടന്നു പോകുന്നുണ്ട് സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിലൂടെ. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിലൊക്കെ കൂടാം ഇല്ലേ? ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോ നമ്മള് ചരിത്രം നോക്കുകയാണെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ചിന്തകൾ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയാം. വിപ്ലവം എന്ന് പറഞ്ഞാൽ വലിയ വലിയ മാറ്റങ്ങൾ, വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് ഉപകരിച്ചത് എന്താ? പല മനുഷ്യരുടെയും ചിന്തകളാണ് അല്ലേ? അവരുടെ ക്രിയേറ്റീവായ ചിന്തകളാണ് അവരുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വിപ്ലവ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ പല മനുഷ്യരുടെയും ചിന്തകൾ കൊണ്ട് തന്നെ അവരുടെ ജീവിതവും
നരകമാക്കി തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതവും ചുറ്റുമുള്ളവരുടെ ജീവിതവും ആക്കി തീർക്കാനും ഈ ചിന്തകൾ കൊണ്ട് തന്നെ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാധിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ പലപ്പോഴും അത് അനുഭവമായിരിക്കും അല്ലെ? നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ശീലങ്ങളും ഒക്കെ രൂപപ്പെട്ടു വരുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ആ ചിന്തകൾക്ക് എന്തുമാത്രം പ്രാധാന്യം നമ്മുടെ ജീവിതത്തില് ഉണ്ട് എന്നൊക്കെ വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളുടെ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും നമുക്ക് എന്തുണ്ടാക്കുന്നേ? പാസ്റ്റ് ലൈഫിലുള്ള ചിന്തകൾ നമുക്ക് എന്താ ഉണ്ടാക്കുക സാധാരണ? വേണ്ടാത്ത ചിന്തകള്. അധികവും അത് അങ്ങനെ ആയിരിക്കുമല്ലോ. എന്ന് നമ്മളൊരു പേര് വിളിക്കും. ഇപ്പോഴത്തെ കാലത്തെ യൂത്തുകളുടെ ഇടയിലൊക്കെ ഒരു ഓമനപ്പേരാണ്. അത് പറയുമ്പോ അവർക്കൊക്കെ ഭയങ്കര എന്തോ വലിയ കാര്യം പോലെയാ. ഒന്ന് പറയാവോ? നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള സംഭവങ്ങൾ ഓർത്തിട്ടുള്ള നമ്മളുടെ ആ ചിന്തകൾക്ക് നോസ്റ്റാൾജിയ എന്ന് പറയും. സ്ത്രീകല പറയുന്നു നോസ്റ്റാൾജിയ. പക്ഷെ നോസ്റ്റാൾജിയ എപ്പോഴും നെഗറ്റീവ് ആയിക്കൊള്ളുന്നില്ല. ചിലപ്പോ അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നതും ആവാം അല്ലേ? ഒരുതരം ട്രോമ. അതെ, എന്തോ ട്രിഗർ മാം, ട്രിഗർ. അങ്ങനെ അതെ അതെ, ട്രിഗർ, ട്രോമ എന്നൊക്കെ പറയാം. പക്ഷെ നമ്മള് ഡിപ്രഷൻ എന്നും കൂടെ പറയാം അല്ലെ അതിന്? അല്ലെ, കഴിഞ്ഞ കാലത്തെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പെട്ടെന്ന് പറയുന്നു, അയ്യോ ഞാൻ ഡിപ്രഷനിലൂടെ പോയപ്പോ ഒരു തമാശ ഞാൻ കേട്ടത് ഓർക്കുന്നു. അമ്മേ, ഞാൻ ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോ അയ്യോ മോളെ, നീ അവിടെ ഒന്നും പോലെ, വേഗം തിരിച്ചു വരണേന്ന് അമ്മ പറയുന്നു. എവിടെ പോയാലും അങ്ങനെയല്ല, എവിടെ പോയാലും സന്ധ്യക്ക് പിന്നെ വീട്ടിലെത്തിക്കോളും. അമ്മയ്ക്ക് അത് പെട്ടെന്ന് ഓടിയില്ല. അപ്പൊ മോള് ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതൊരു ഫാഷൻ പോലെ ഇന്നത്തെ കാലത്ത്. അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്നത് തന്നെ എന്താ, കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള മോശമായ ചിന്തകൾ, വിഷമിപ്പിക്കുന്ന ചിന്തകളാണ് നമ്മളെ ട്രോമയിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകളാണ് ശരിക്കും നമ്മളെ നയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ ചിന്തകളാണ്. ചിന്തകൾക്ക് അത്രയും വലിയ ശക്തി ഉണ്ടെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകള്, അതിന് നമ്മൾ ഓവർ തിങ്കിങ്, അതിനെന്ത് പറയും? ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ഇതുപോലെ തന്നെ ഒരു ടൈം ഉണ്ടായിരുന്നു. എന്തോ? ആൻസൈറ്റി. ആൻസൈറ്റി, എക്സാക്ട്ലി. ആൻസൈറ്റി എന്നാണ് നമ്മൾ അതിന് പറയാം അല്ലെ? നമ്മള് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ആ അവസ്ഥയാണ് ആൻസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് അവസ്ഥകളും അല്ലാതെ ഒരു നോർമൽ രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം ഏറ്റവും എനർജറ്റിക് ആയിട്ട് വളരെ പ്രതീക്ഷയോടുകൂടെ മുന്നോട്ട് നയിക്കാനായിട്ടുള്ള അവസ്ഥ ഈ ആൻസൈറ്റിയോ അല്ലെങ്കിൽ ഡിപ്രഷനോ രണ്ടുമില്ലാത്ത ഇന്നത്തെ ഈ ഒരു ദിവസത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക, അതിൽ സന്തോഷിക്കുക, അതിലുള്ള നല്ല കാര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടതാണ്. സിനിമയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. നമുക്ക് ജീവിക്കാനായിട്ട്, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ മരിക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ വിഷമിക്കാനാണെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഒന്നോ രണ്ടോ ഒരു കാര്യം വന്നു കഴിയുമ്പോഴേ പെട്ടെന്ന് വിഷമത്തിലാവുക, മരണം തെരഞ്ഞെടുക്കുക എന്നുള്ള ഇന്നത്തെ കാലത്ത് വളരെയധികം ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുക. അപ്പൊ ഒരു അമ്മ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പുഴയിൽ ചാടാനായിട്ട് നിൽക്കുമ്പോൾ ഈ കാല് ഇല്ലാത്ത ഒരു മനുഷ്യനിൽ, കുഞ്ഞ് ശരീരമാണ് അയാൾക്ക് പ്രധാനം, കാലൊരു ചെറിയൊരു പോർഷനേ ഉള്ളൂ. അപ്പൊ അയാൾ ഇങ്ങനെ വിളിച്ചു പറയാം, നിങ്ങൾ മരിക്കാനായിട്ട് നിൽക്കുക അല്ലേ, നിങ്ങൾക്ക് നീന്തൽ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പൊ അമ്മ ഇങ്ങനെ തലയാട്ടുന്നുണ്ട്, അറിയാമെന്ന്. അപ്പൊ മോൾക്ക് അറിയാവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല, മോൾക്കറിയില്ലാന്ന് തലയാട്ടി. ഒരു രാത്രിയായി, പുഴയുടെ ഇക്കരത്ത് വലിയ വെള്ളത്തിന്റെ ഇക്കരെ നിന്ന് അതിലോട്ട് ചാടാനായിട്ട് നോക്കുമ്പോ അയാൾ അക്കരെ നിന്ന് മീൻ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ അയാള് പറഞ്ഞു, നിങ്ങള് ചിലപ്പം രണ്ടുപേരും കൂടെ ചാടിയാൽ ചിലപ്പോൾ നിങ്ങൾ നീന്തി രക്ഷപ്പെടുമായിരിക്കും, മരണവെപ്രാളത്തിൽ നീന്തി രക്ഷപ്പെടുമായിരിക്കും, നിങ്ങളുടെ മകള് മരിച്ചു പോകുമായിരിക്കും. അത് പറഞ്ഞപ്പോ അവർക്ക് ഇങ്ങനെ ഒരു വിഷമായി. എന്നിട്ട് അയാൾ ഇങ്ങനെ നടന്ന് കുഞ്ഞി കൈകൾ പോലെയുള്ള കാലുകൾ വെച്ച് നടന്ന് മാറുമ്പോൾ അവരിങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുക. അപ്പൊ അവരടുത്തേക്ക് വന്നിട്ട് പറയാണ്, അയാൾ ഇങ്ങനെ ഒരു ചെറിയ വണ്ടിയിൽ, സൈക്കിൾ പോലത്തെ, കാലൊന്നും ഇല്ലാത്തവർ നടക്കുന്ന അങ്ങനത്തെ ഒരു വണ്ടിയിൽ വന്നിട്ട്
പറയുകയാണ് ഇങ്ങനെ, നമുക്ക് ജീവിക്കാനാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെ മരിക്കാൻ വളരെ കുറച്ച് കാരണങ്ങളേ ഉള്ളെന്ന്. അയാളുടെ വീട്ടിലേക്ക് അവരെ വിളിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തു. ആ ഒരു സെന്റൻസ് നമ്മുടെ ജീവിതത്തില് നമ്മൾ പലപ്പോഴും ആ നിരാശപ്പെടുത്തുന്ന ചിന്തകളാണ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും. പക്ഷെ ശരിക്കും നമ്മളുടെ ചിന്തകൾ നേരായ വിധത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരുപാട് നന്മകള്, ഒരുപാട് നല്ല, ഇത്രയും വർഷത്തെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ അറിയാം, ഒരുപാട് നന്മകളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ആ നന്മകളുടെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളിവിടെ ഇത്രയൊരു സന്തോഷത്തോടെ ഈ ഒരു രാവിലെ ശാന്തതയോടെയൊക്കെ നമുക്ക് ആയിരിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ നന്മകളെ പറ്റിയൊക്കെ ചിന്തിച്ചാല്, ആ നന്മകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറച്ചാല്, നമുക്കില്ലാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഓർത്ത് നമ്മൾ ഒരിക്കലും ദുഃഖിക്കാറില്ല, അല്ലെ? ദുഃഖിക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് പലപ്പോഴും അങ്ങനെ ഉണ്ടായല്ലോ, എന്റെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ, അത് പോസിറ്റീവ് ചിന്തകളായിട്ട് നമ്മുടെ ഉള്ളില് നിറയ്ക്കാനായിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് കഴിയണം. അതിന് CBTയിൽ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുള്ള ഒരു രീതിയാണ്. നമ്മളുടെ ആ ചിന്തകളെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കുക. എന്തെല്ലാം നെഗറ്റീവ് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടെങ്കിലും ആ കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായ ചിന്തകൾ കൊണ്ട് നിറച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഇപ്പോൾ ഇത്രയും മനോഹരമാക്കി തീർത്തതിന് അതിനൊക്കെ വലിയ എന്താ പറയാ സ്ഥാനമുണ്ട്. അല്ലെങ്കിൽ ആ കാര്യങ്ങൾക്ക്, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച ആ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ട്രോമകളായിരിക്കാം, നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ സ്വപ്നങ്ങൾക്ക് വിപരീതമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം നമുക്ക് വലിയ മുതൽക്കൂട്ടാണെന്നുള്ള ചിന്ത, നമ്മൾ ഓരോ ദിവസം നമ്മുടെ ക്ലാസ്സുകളിൽ അതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണെങ്കിൽ മറ്റ് നിസ്സാരമായ കാര്യങ്ങളെ ഓർത്തിട്ട് നമ്മൾ ദുഃഖിക്കുക, ഓവർ തിങ്കിങ് നടത്തുക, നിരാശപ്പെടുക എന്നുള്ള ആ രീതിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ചിന്തകൾ നൽകുന്ന ആ എനർജി എന്ന് പറയുന്നത് മറ്റൊന്നിനും നമുക്ക് നൽകാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ചിന്തകൾ ശരിയായ വിധത്തിലെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യണ്ടേ? ആർക്കെങ്കിലും പറയാമോ? നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകള് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ എന്താ ചെയ്യാൻ പറ്റുക നമുക്ക്? ഒബ്സർവ് ചെയ്യണം ചിന്തകളെ. എന്തോ? ചിന്തകളെ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യണം. അതെ, ഒബ്സർവ് ചെയ്യണം. അതാണ് നല്ലൊരു മെത്തേഡാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മൈൻഡ്ഫുൾനെസ്സും ഒക്കെ കൊണ്ടുവരാനായിട്ട്. പക്ഷെ അതിലൊക്കെ മുൻപായിട്ട് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണല്ലേ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ, ഭക്ഷണം, നല്ല വെള്ളം, ശുദ്ധവായു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കിട്ടും. അപ്പൊ നമ്മുടെ ആ ഭക്ഷണക്രമം ശരിയാക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, വേണ്ട വിധത്തിലുള്ള ആഹാരം കഴിക്കുക എന്നതൊക്കെ നമ്മുടെ എനർജി അല്ലെങ്കിൽ ചിന്തകളെ ശരിയായ രീതിയിൽ നയിക്കുവാനായിട്ട് വളരെ പ്രധാനമാണ്. അപ്പൊ അത് ചെയ്താൽ തന്നെ നമുക്ക് ശരിയായ രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു എന്താ പറയാ ഇന്ധനം കിട്ടുന്നു വേണേ പറയാം. നമ്മുടെ ചിന്തകളെ നയിക്കാനായിട്ട് നമ്മുടെ ശരീരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനസ്സാണ് എല്ലാം എന്ന് പറഞ്ഞാലും നമ്മുടെ ശരീരത്തിനും അതിനോടൊപ്പം തന്നെ ശരീരത്തിലെ ആക്ടിവിറ്റീസിന്, എക്സസൈസിന്, ഭക്ഷണത്തിന് ഒക്കെ വളരെ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാവേണ്ടതാരാ? നമ്മൾ ഒരുപാട് കൂട്ടുകാരെ തേടി, നമ്മളെ മനസ്സിലാക്കുന്നവരെ തേടിയൊക്കെ നടന്ന് അലഞ്ഞ് മടുക്കുന്നവരാണല്ലേ പലപ്പോഴും. നിങ്ങളൊക്കെ ചിലപ്പം എനർജിയൊക്കെ സംഭരിച്ച് അങ്ങനെയുള്ള അലച്ചിലുകളൊക്കെ നിർത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പക്ഷെ നമ്മളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാവേണ്ട ഒരാളെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നല്ല അതിനെക്കുറിച്ച് ചിന്തകൾ. നമ്മുടെ ചിന്തകൾ എവിടുന്ന? നമ്മുടെ മനസ്സ് അല്ലെ. നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാവണം നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അതേസമയം നമ്മൾ ആ ചിന്തകളാണ് നമ്മൾ എന്നുള്ള തെറ്റിദ്ധാരണ ഒരിക്കലും നമുക്ക് പാടില്ല. നമ്മളതിനെ ഒരു വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് അങ്ങ് അറ്റാച്ച്മെന്റും നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതായി തീരുന്നൊരവസ്ഥ ഉണ്ടാവും.
അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചൊന്ന് മാറ്റി നിർത്തിയിട്ട് നീ എന്തൊക്കെയാ ചിന്തിക്കുന്നേ, അല്ലെ നീ എന്തൊക്കെയാ കാണിക്കുന്നേ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു അടുത്ത സുഹൃത്തിനോട് എന്ന പോലെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുക. സജിന മാം പറഞ്ഞ പോലെ നിരീക്ഷിച്ച് നമ്മളുടെ ചിന്തകൾ എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. നമ്മളൊരു സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുമല്ലോ, നീ അങ്ങനെ പെരുമാറിയത് നന്നായിരുന്നു, നീ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ലായിരുന്നു എന്നൊക്കെ നമ്മളൊരു നല്ല സുഹൃത്തിനോട് ഓപ്പൺ ആയിട്ട് പറയുമല്ലേ. അതുപോലെ നമ്മളുടെ മനസ്സിനെ ശരിക്കും നല്ലൊരു സുഹൃത്തായി കണ്ടുകൊണ്ട് ആ ചിന്തകൾ ഓരോ സമയത്തും എങ്ങനെ നീ ചിന്തിക്കണം, എങ്ങനെ നീ പെരുമാറണം എന്നൊക്കെ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന രീതിയിലേക്ക് നമ്മൾ അത്രയും ഒരു ഡിറ്റാച്ച്മെന്റ് നമ്മൾ പാലിക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. എപ്പോഴും ഒരു മരത്തിൽ നിന്ന് ഒരു മരത്തിലോട്ട് ചാടുന്ന കുരങ്ങനെ പോലെ അതിങ്ങനെ ചാടിക്കൊണ്ടിരിക്കും. അതിനെത്ര ക്ഷീണിച്ചാലും വേണ്ടില്ല, അത് വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ചിന്തകൾ. അപ്പൊ ആ ചിന്തകളെ നിയന്ത്രിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വമാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ ബുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കീഴടക്കിയാൽ മറ്റൊരു യുദ്ധവും നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. നമ്മുടെ മനസ്സുമായിട്ട് നടത്തുന്ന യുദ്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം. എന്താ സാഹചര്യങ്ങളെ എന്തായിരുന്നു പറഞ്ഞ് കണ്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സുമായിട്ട് നടത്തുന്ന യുദ്ധമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം. ആ യുദ്ധത്തിൽ നമ്മൾ വിജയിയായിട്ടുണ്ടെങ്കിൽ മറ്റ് ഒരു യുദ്ധത്തിനും അല്ലെങ്കിൽ മറ്റൊരാൾക്കും നമ്മളെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു വലിയൊരു മെസ്സേജാണ് അതിൽ നമുക്ക് കിട്ടുന്നത്. ഇപ്പോ ശാന്തമായി ഒഴുകുന്ന പുഴയില് ഇങ്ങനെ ചപ്പുചവറുകളൊക്കെ കുഞ്ഞു കൂടുമ്പോൾ നമുക്കറിയാം അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടും അല്ലെ. നല്ലപോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയില് ചപ്പുചവറുകളൊക്കെ കുഞ്ഞു കൂടുമ്പോൾ അതിന്റെ തടസ്സം അല്ലെങ്കിൽ അതിന്റെ ഒഴുക്ക് തടസ്സപ്പെടും എന്ന് പറഞ്ഞതുപോലെയാണ് പലപ്പോഴും ശാന്തതമായിട്ട് ഒഴുകേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ആ മനസ്സിലോട്ട് ഉത്കണ്ഠയും നിരാശയും ഒക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ ആ ശാന്തത അല്ലെങ്കിൽ സ്വച്ഛമായ ആ ഒഴുക്ക് തടസ്സപ്പെട്ടുകൊണ്ട് എപ്പോഴും ഇങ്ങനെ മാലിന്യങ്ങള് കൂമ്പാരങ്ങളൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും തന്നെ ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ ഒരു സ്ഥലത്ത് ഒരു കാവൽക്കാരനെ, ഒരു സെക്യൂരിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ? നമ്മൾ എന്തിനു വേണ്ടിയാ ഒരു സെക്യൂരിറ്റിയെ ഏർപ്പെടുത്തുന്നേ? നമ്മളുടെ ഓഫീസുകൾക്കും ഫ്ലാറ്റുകൾക്കും ഒക്കെ സെക്യൂരിറ്റി ഉണ്ടല്ലേ. സെക്യൂരിറ്റി ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ? പറയാവോ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? സുരക്ഷ ഉണ്ടാവില്ല. എന്തോ അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. അതെ അതെ, സുരക്ഷ. സരിത, അതെ, സുരക്ഷ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്യൂരിറ്റി ഏർപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ കള്ളന്മാര് കടന്നു വരാതിരിക്കാനായിട്ട് അല്ലെ. ഒരു സെക്യൂരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വശത്തോട്ട് കള്ളന്മാര് അധികം കടന്നു വരാനായിട്ട് മടിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിന് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ കാവലായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാല് നമുക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് നിയന്ത്രിക്കാനായിട്ടും വേണ്ടാത്ത ചിന്തകൾ കടന്നു വരാതിരിക്കാനായിട്ടൊക്കെ സാധിക്കും. ഇപ്പോ നമ്മളൊരു യുദ്ധത്തില് ജയിക്കണമെങ്കിൽ നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഒരു യുദ്ധത്തിൽ ജയിക്കുന്നതിന്റെ, ശത്രുവിനെ തോൽപ്പിക്കുന്നതിന്റെ ആദ്യ പടി എന്തായിരിക്കും? നമ്മൾ യുദ്ധം നേരിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം, ഒരു ശത്രുവിനെ തോൽപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം എന്താ ചെയ്യേണ്ടത്? മാനസികമായി തളർത്താം. അത്രയും യുദ്ധത്തിനിടയ്ക്ക് ചിലപ്പം അതിനൊന്നും നേരം കിട്ടിയെന്ന് വരില്ല കേട്ടോ. മാനസികമായി തളർത്താനായിട്ട് ശരിക്കും ഒരു യുദ്ധമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ ഒരു ക്രിക്കറ്റ് കളിയാണെങ്കിൽ പോലും നമ്മൾ ഇന്ത്യ ഓസ്ട്രേലിയ കളിക്കുമ്പോ അവര് ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി സ്ലഡ്ജ് ചെയ്യാന്ന് പറയും. അതായത് നമ്മളെ പ്രകോപിപ്പിച്ചിട്ട് മനസ്സ് നിയന്ത്രണത്തിലല്ലാതാക്കുക. അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ഒരു കാര്യമുള്ളത് ഞാൻ ഓർത്തെടുത്തത്, നമ്മളൊരു ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ആ ശത്രുവിനെ നിരീക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. അതല്ലേ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ തളർത്താനൊക്കെ പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ശത്രുവിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ അത്രയും ശ്രദ്ധയോടെ ഇമ വെട്ടാതെ നോക്കുക, നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ്.
അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചിന്തകളെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശരിക്കും മുഴുവനായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് അത്രയും കരുതലോടെ ഇരിക്കണം. ഇവൻ എങ്ങോട്ടാ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് അടുത്ത പരിപാടി എന്നുള്ള അത്രയും ജാഗ്രതയോടുകൂടെ നമ്മൾ ഇരുന്ന് അതൊരു ശീലമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വേണ്ടാതെ അവരുടെ എന്താ പറയാ ആ ശത്രുവിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അതിനെയൊക്കെ നമുക്ക് നേരിടാൻ വേണ്ടി സാധിക്കും. അത്രയും ശ്രദ്ധയോടെ നമ്മളുടെ ചിന്തകളെ കൈകാര്യം ചെയ്തെങ്കിൽ എന്താണ് അടുത്തപ്പോ നമ്മൾ അങ്ങനെ നമ്മൾ കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത്. ഓരോ കാര്യം വരുമ്പോ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നേ, അല്ലെ നീ എന്താ ചെയ്യുന്നേ, അല്ലെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേന്നുള്ള ആ ഒരു ചിന്ത. അപ്പൊ അത്രയും ഒരു ജാഗ്രതയോടുകൂടെ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കീഴടക്കാനായിട്ട് എളുപ്പമാവും. അല്ലെങ്കിൽ അങ്ങനെ നോക്കിയിരുന്നാൽ, അതുപോലെ തന്നെ ഒരു പുഴയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു പുഴയിൽ ഒഴുകിപ്പോകുന്ന നമുക്ക് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ ആണെന്ന് നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ ഇങ്ങനെ കുറെ വേസ്റ്റ് ഒക്കെ ഒഴുക്കി കളയുന്ന ആ ഒരു മനോഭാവത്തോടു കൂടെ അതിനെ വേർതിരിച്ച് നല്ലത് മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഈ മൈൻഡ്ഫുൾനെസ് സ്വീകരിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതുപോലെ പഴയ കാര്യങ്ങളെ നമുക്ക് ആവശ്യമില്ല, ഇനിയിപ്പോ കടന്നു വരണ്ട, അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു. അതുപോലെ ഭാവിയിലുള്ള കാര്യങ്ങൾ അതിന് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടന്നാല് ശരിക്കൊരു സെക്യൂരിറ്റി പണി തന്നെ നമ്മൾ എടുക്കേണ്ടി വരും അല്ലെ. ആ ചിന്തകളെ ഒന്ന് നേർവഴിക്ക് നയിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഉണർന്നിരിപ്പുണ്ട്, അങ്ങനെ അധികം കളിയൊന്നും കളിക്കണ്ട എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിന്താ രീതി നമ്മൾ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ചിന്തകളെ ഒന്ന് ശുദ്ധമാക്കി തീർക്കുക, ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ ഒരുപാട് മനുഷ്യരുമായിട്ട് ഇടപഴകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമ്മുടെ മനസ്സ് പലപ്പോഴും സന്തോഷത്തെക്കാളും അധികം ദുഃഖം കൊണ്ടും വിഷമം കൊണ്ടും മറ്റുള്ളവരുടെ തിരസ്കരണം കൊണ്ടോ ചിലപ്പോൾ മറ്റുള്ളവരോട് നമുക്ക് ദേഷ്യപ്പെടേണ്ടി വന്നതിന്റെയോ അങ്ങനെ ഒരുപാട് നമ്മൾ വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ ചിന്തിച്ചാൽ അറിയാം, സ്വയം ഒന്ന് വിചിന്തനം ചെയ്താൽ അറിയാം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും. നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മളെ തന്നെ മറ്റുള്ളവരുടെ അപ്രീസിയേഷന് പോകാതെ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നല്ല സമാധാനം കൊണ്ടൊക്കെ നമ്മൾ നിറയുന്നത് പോലെ തന്നെ നമ്മളുടെ മനസ്സ് ഏറ്റവും ക്ലീനാക്കി വെക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ഓരോ വൈകിട്ട് നമ്മള് സാധാരണ ഒരു കാര്യം നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ ഓർത്തു. എന്ന് പറഞ്ഞ രാത്രി നമ്മള് കിച്ചണൊക്കെ അടയ്ക്കുന്ന ഒരു സമയത്ത് നമ്മള് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആരെങ്കിലും ഒന്ന് പറയാവോ? ക്ലീൻ ചെയ്യാതെ ഇപ്പൊ നമുക്ക് പറ്റുന്നില്ല, എന്തെങ്കിലുമൊക്കെ വയ്യാഴിക കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മള് എന്തായിരിക്കും പിറ്റേ ദിവസം നമ്മുടെ ഒരു മാനസികാവസ്ഥ എഴുന്നേറ്റ് വരുമ്പോ? ഒന്ന് പറയാവോ? ആർക്കെങ്കിലും പറയാവോ? അങ്ങനെയാണോ നമുക്കിഷ്ടം? അല്ല. രാവിലെ നമ്മൾ എഴുന്നേറ്റ് ആര് പറയുന്നു രാവിലെ എഴുന്നേറ്റ് വരാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടില്ല. ശരിക്കും ചിലപ്പോൾ അതിന് മടി പിടിച്ചോ അല്ലെങ്കിൽ വയ്യാത്തത് കൊണ്ടൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ ഇട്ടിട്ട് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അല്ലെ. ഒരുപാട് എല്ലാം ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നു. ചിലപ്പോൾ ആ ദിവസം മുഴുവൻ നമുക്ക് അതൊന്ന് മര്യാദയ്ക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ചിലപ്പോൾ മനസ്സങ്ങ് മടുത്തു പോകും അല്ലെ. നമ്മുടെ ബാക്കി പണികൾ അവിടെ കിടക്കും, പക്ഷെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ഒന്ന് ഓർഡർ ചെയ്തിട്ട് എത്ര വൈകിയാലും അതൊന്ന് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ നല്ല ഉന്മേഷത്തോടെ ശരിക്കും എഴുന്നേറ്റ് വരാനായിട്ട് എഴുന്നേറ്റ് വരാനൊക്കെ ഇഷ്ടക്കുറവ് തോന്നും അങ്ങനെ കിടന്നാല്. പക്ഷെ നമ്മൾ അത് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിടന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല ക്ലീൻ ആയിട്ടിരിക്കും, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഓരോ ദിവസവും നമ്മളുടെ മനസ്സ് ക്ലീൻ ആക്കി വെച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്ത്, ഇപ്പൊ ഫോണിലാണെങ്കിൽ നമ്മള് കാര്യങ്ങളൊക്കെ വേണ്ടാത്തതൊക്കെ കുറെ ഡിലീറ്റ് ചെയ്ത് കുറെ സ്പേസ് ഉണ്ടാക്കിയെങ്കിലേ പിറ്റേ ദിവസം വരുന്ന കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് അതിലൊന്ന് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ അതിലൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതം മുഴുവൻ നമ്മളെ മുഴുവൻ നയിക്കുന്ന നമ്മളുടെ ചിന്തകളെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മൾ എന്നും ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്താൽ തന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ രാവിലെ നമ്മൾ ഉണർന്നു വരുമ്പോൾ നമ്മുടെ
മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മാറിയിട്ട് അത് ഭയങ്കര ഓർഡറായിട്ട് പുതിയ കാര്യങ്ങള് പുതിയ ഇൻഫർമേഷൻസ് ഒക്കെ സ്വീകരിക്കാനായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ശക്തിയൊക്കെ നമുക്ക് അതുകൊണ്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പിയൊക്കെ ഇരിക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് അതിങ്ങനെ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളതൊന്നും ഇട്ട് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ആവശ്യമുള്ളത് എടുക്കാനായിട്ടോ നമുക്ക് പറ്റില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് നമ്മൾ ആവശ്യമുള്ളത് അതിലോട്ട് കൊടുക്കുന്ന ഒരു രീതിയും കൂടെ നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതുപോലെ നമുക്ക് പുതിയ പുതിയ ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സുകൾ ഇപ്പൊ നല്ല കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എനർജി മുഴുവൻ വലിച്ചെടുക്കുന്ന അവസ്ഥയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മളുടെ ചിന്തകളെ തിരിച്ചറിഞ്ഞ്, അപ്പം നമ്മളെ വേണ്ടാത്ത ചിന്തകൾ ഒരിക്കലും നമ്മളെ വളർത്തില്ല അല്ലെ. അത് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുക മാത്രമേ ചെയ്യുള്ളൂ. നമ്മളിപ്പോ പല വ്യക്തികളെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവരുടെ മോശം കാര്യങ്ങളായിരിക്കും അധികം ചിന്തിക്കുക. പക്ഷെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും അതിലൂടെ നമുക്ക് നല്ല പ്രവർത്തികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പരിശ്രമിക്കാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്കൊന്ന് നമ്മളുടെ ചിന്തകളെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ച് സമയം ഒന്ന് എടുത്താലോ. ഒരു 5 മിനിറ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ചിട്ട് ഇതൊന്ന് ഞാൻ പറയുന്നൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നമ്മളുടെ ആ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയ്ക്കുവാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ശാന്തതയോടെ ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് നല്ലൊരു ബ്രീത്തിങ് ഒക്കെ എടുത്തിട്ടൊന്ന് സ്വസ്ഥമായിട്ട് നമ്മൾ ഇരിക്കുന്നിടത്തൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കുക. ബാക്കിയെല്ലാം മനസ്സൊന്ന് ശാന്തമാക്കിയിട്ട് നമ്മളൊരു പുഴയുടെ തീരത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഒരു ദിവസം രാവിലെ നല്ല ഇളം കാറ്റൊക്കെ ഇങ്ങനെ തണുത്ത ഇളം കാറ്റ് കടന്നു വരുന്നുണ്ട്. അതുപോലെ ആ പുഴയുടെ തീരത്ത് ഒരു മരം നിൽക്കുന്നു. ആ മരത്തിനിടയിൽ കൂടെ ആ പുലർക്കാല സൂര്യൻ അതിന്റെ ചെറിയ ചൂടുള്ള ആ രശ്മികൾ ഇങ്ങനെ കടന്നു വരുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതുപോലെ ഇളം കാറ്റിന്റെ ചെറിയൊരു തണുപ്പും ഇളം വെയിലിന്റെ ചൂടും ഒക്കെ അതൊക്കെ നമുക്ക് ഉണ്ടാകുമ്പോൾ, അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴുള്ള ശാന്തത ഇപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഒന്ന് തിരിച്ചറിയാം. ആ പുഴയുടെ തീരത്ത് വലിയൊരു ഭാണ്ഡക്കെട്ട് നമ്മുടെ അടുത്തിരിപ്പുണ്ട്. നമ്മുടെ പകയുടെ, വിദ്വേഷത്തിന്റെ, അതുപോലെ തന്നെ നിരാശയുടെ, ഉത്കണ്ഠകളുടെ, ഭയത്തിന്റെ, അങ്ങനെ ഇപ്പൊ നമ്മളെ എന്തൊക്കെ ചിന്തകളാണോ നമ്മളെ നയിക്കുന്നത് അതെല്ലാം കൂടെ കൂടിയ ഒരു നെഗറ്റീവ് ചിന്തകളുടെ എല്ലാം ഭാണ്ഡക്കെട്ട് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ പുഴയിലെ വെള്ളത്തിലേക്ക് ആ ഭാണ്ഡക്കെട്ടിൽ നിറച്ചും ഇലകളാണ്. നമ്മളുടെ ആ നെഗറ്റീവ് ചിന്തകൾ അടങ്ങുന്ന ഇലകൾ നിറഞ്ഞ ഒരു ഭാണ്ഡക്കെട്ടാണ്. അപ്പൊ ആ പുഴയിലെ വെള്ളത്തിലേക്ക് ഓരോ അതിലെ ഇലകൾ എടുത്ത് നമ്മളിങ്ങനെ ഒഴുക്കി വിടുന്നതായിട്ട് മനസ്സിൽ കാണുക. ഓരോ ഇലകളും ഇങ്ങനെ ഒഴുക്കി വിടുമ്പോൾ അത് നമ്മുടെ നിരാശയുടെ ഇലകളാണ്, ദുഃഖത്തിന്റെ ഇലകളാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പിന്റെ, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയുടെ, അതുപോലെ ഭയത്തിന്റെ, പല വിധത്തിലുള്ള ഭയങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട്, ഇൻസെക്യൂരിറ്റിയുടെ, അങ്ങനെ ഒരുപാട് മോശമായ ചിന്തകൾ കൊണ്ടുണ്ടാകുന്ന ആ ഇലകൾ ഓരോന്നോരോന്നായി നമുക്ക് ഒഴുക്കിവിടാം. അപ്പോൾ ഏത് കാര്യത്തിലാണോ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്, ഏത് തരത്തിലുള്ള ചിന്തകളാണോ നമ്മളെ ഭരിക്കുന്നത്, അത് മാറുന്നത് വരെ ആ ഇലകൾ ഇങ്ങനെ നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിന്റെ പേര് പറഞ്ഞ് എൻ്റെ വിദ്വേഷത്തിന്റെ ഇലകൾ ഒഴുകിപ്പോകട്ടെ, എൻ്റെ ഭയത്തിന്റെ ഇലകൾ ഒഴുകിപ്പോകട്ടെ, അതുപോലെ എൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുടെ ഇലകളാണിത്, അതൊക്കെ എന്നെ വിട്ടകന്ന് ഒഴുകി ദൂരോട്ട് പോകട്ടെ എന്നുള്ള ആ ഒരു ചിന്തയോടെ, അല്ലെങ്കിൽ പതുക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ ഓരോ ഇന്റൻഷൻ വെച്ച് ആ ഇലകളെല്ലാം ഓരോന്നോരോന്നായി എടുത്ത് അത് ഒഴുകി ഒഴുകി പോകുന്നതായിട്ട് കാണുക. എല്ലാം ദൂരോട്ട് പോയി നമ്മുടെ കയ്യിലുള്ള ആ ഭാണ്ഡക്കെട്ടിലെ ഓരോ അവസാനത്തെ ഇലയും ഒഴുകിപ്പോയി ഇതെല്ലാം നമ്മളെ വിട്ടകന്ന് ഇനി ഒരിക്കലും
തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തിൽ വിട്ടകന്നു പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അതിനുശേഷം നമ്മളുടെ മനസ്സിലേക്ക് നല്ല നല്ല നമുക്ക് ആവശ്യമുള്ളത് മാത്രം, ആവശ്യമുള്ള നന്മകൾ കടന്നു വരുന്നതായിട്ട് ചിന്തിക്കാം. ആ നന്മകളാൽ നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സ് മുഴുവൻ നിറയുന്നതായിട്ട്, നമ്മൾ സന്തോഷിച്ച് സമാധാനിച്ച് ഒക്കെ നിൽക്കുന്നതായിട്ട് നമുക്ക് ഭാവനയിൽ കാണാം. പതുക്കെ ആ പുഴയിലേക്ക് നമ്മളുടെ കാലുകൾ ഇട്ട് പതുക്കെ നിളക്കുക. അതൊന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. നല്ല തണുത്ത വെള്ളം അതിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നു, നല്ല ശുദ്ധമായ വെള്ളം. അവിടെ വേറെ ഒരു തടസ്സങ്ങളും ഇല്ല, വളരെ ശാന്തതയാണ്. അതൊന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വെറുപ്പോ വിദ്വേഷമോ നിരാശയോ ഉത്കണ്ഠയോ ഭയമോ മൂലമുണ്ടാകുന്ന ചിന്തകൾ ഇനി ഒരിക്കലും കടന്നു വരില്ല. എല്ലാം പോയി എന്നുള്ള നമ്മുടെ മനസ്സിനോടൊന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിപ്പിക്കാം. നല്ല നല്ല ചിന്തകൾ കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സ് നിറച്ചിട്ട് ഇനി ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളൊക്കെ നമുക്കൊന്ന് അതിന്റെയൊക്കെ ഒരു കാവൽക്കാർ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ ഓരോ കാര്യം പറയുമ്പോഴും നമ്മൾ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അതിന് പിന്നിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള നമ്മുടെ ചിന്ത എന്നാൽ നമുക്കൊന്ന് ശരിക്കും ഇന്ന് മുഴുവൻ ഞാനത് ശ്രദ്ധിക്കും എന്നൊരു പ്രതിജ്ഞ നമുക്ക് എടുക്കാം. നമുക്ക് വേണ്ടാത്തതായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു വരില്ല. വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂ. നമ്മളൊരു ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് കേടായ ഭക്ഷണം നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ പല വിധത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുമ്പോൾ അവിടെ നിൽക്കുക. എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എൻ്റെ അകത്തോട്ട് ഞാൻ എടുക്കുകയുള്ളൂ. അത് മാത്രമേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ എന്നെ വിട്ടു പോയിക്കൊള്ളുക എന്നുള്ള ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു നിലപാട് നമുക്ക് എടുക്കാനായിട്ട് ഇന്നു മുതൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. താങ്ക് യു. താങ്ക് യു മാം. ഹലോ, ഇറങ്ങിപ്പോയോ? ഇല്ലല്ലോ അല്ലേ? ഇല്ല, ഉറങ്ങിയിട്ടില്ല. താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? താങ്ക് യു മാം. ഇന്നലെയാണ് ജിഷ മാം ഏറ്റെടുത്ത ക്ലാസ്. പെട്ടെന്നായിരുന്നു. അതെ എന്തായാലും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. വലിയൊരു പ്രശ്നമാണല്ലോ ഈ അൺവാണ്ടഡ് തോട്ട്സ് എന്ന് പറയുന്നത്. അതെ ശരിക്കും അപ്പൊ നമ്മള് നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് തന്നെ നിക്കണം. ശരിക്കും നമ്മൾ കുറെ അൺവാണ്ടഡ് തോട്ട്സുകളൊക്കെ പുഴയിൽ ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും തിരിച്ചു വരാതിരിക്കാൻ സെക്യൂരിറ്റി ആയിട്ട് നിക്കണം. അതെ അതെ അതെ, അത് തീർച്ചയായും. നമ്മുടെ ഏറ്റവും വലിയ മീൻസ് എനിമി എന്ന് പറയുന്നത് നമ്മുടെ തോട്ട്സ് തന്നെയാണല്ലോ അല്ലെ. അതെ ഈ തോട്ട്സ് ആണല്ലോ നമ്മളെല്ലാത്തിലോട്ടും മീൻസ് നെഗറ്റീവിലെ നയിക്കുന്നത്. മീൻസ് തെറ്റിലേക്കാണെങ്കിലും ശരിയിലേക്കെല്ലാം പോകുന്ന നമ്മുടെ തോട്ട്സ് അല്ലേ. താങ്ക് യു അതെ. മാം. താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് ഇന്നു മുതൽ ഒരു സെക്യൂരിറ്റി പണി കൂടെ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടെ ആയി അല്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു ആതിര. താങ്ക് യു മാഡം. എന്തായാലും കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് വിശദീകരിച്ച് ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ മനോഹരമായിരുന്നു ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ സജന മാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ. ഇനി ആർക്കൊന്നും പറയാനില്ലല്ലോ. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാട്ടോ. അതെ അതെ. എന്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രാക്ടീസും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലുണ്ട്. പക്ഷെ നമ്മൾ കുറച്ച് സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ രാവിലെ തന്നെ പുഴവക്ക് പോയിരിക്കാൻ കഴിഞ്ഞത് വലിയൊരു അനുഭവമായി. മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് ഫീലിംഗ് ആയി. കാലൊന്ന് കഴുകിയതും അതൊക്കെ ഒരു വല്ലാത്ത അനുഭവമായി.
അത് അതൊന്ന് പ്രത്യേക താങ്ക്സ്. ഇമാജിൻ. താങ്ക് യു. അതെ, രാവിലെ തന്നെ അങ്ങോട്ടൊക്കെ പോയത്. അതെ, അതൊരു എക്സ്പീരിയൻസ്. ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ ഭയങ്കര ഒരു എന്താ പറയാ, നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമുക്ക് അതൊരു ഭയങ്കര ഒരു എനർജി കിട്ടും അല്ലേ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ റെക്കോർഡിംഗ് ഒന്ന് എടുത്തു വെച്ച് ഡെയിലി കേൾക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അത്രമാത്രം യൂസ്ഫുൾ ആയി തോന്നി. അതെ അതെ അത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഒരുപാട് നല്ലതായിരിക്കും. നമ്മുടെ മനസ്സ് ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെ. എല്ലാവർക്കും വലിയ ആഗ്രഹമല്ലേ അത്, പക്ഷെ നമ്മളത് ശരിക്കും തിരക്കിനിടയിൽ നിന്നൊക്കെ മാറി നിന്നിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്താല്, അതിന് കുറച്ച് സമയം കണ്ടെത്തിയാൽ ഭയങ്കര എഫക്റ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇടയ്ക്കൊക്കെ ഞാനത് ചെയ്യാറുണ്ട് കേട്ടോ. അതൊരു സ്ഥിരമായ എന്തായാലും ശീലമാക്കി. എനിക്ക് ഈ സെക്യൂരിറ്റി എന്നുള്ള വേർഡ് നല്ല ഇഷ്ടായി. സെക്യൂരിറ്റി ആവാമോ? അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ല. ശരിക്കും ഒരു സെക്യൂരിറ്റി പണി തന്നെ വേണം. ചിലപ്പോ വേണമെങ്കിൽ ഗണ്ണൊക്കെ വേണ്ടി വരും കയ്യിലല്ലേ. അത്യാവശ്യം വന്നാല് ഒന്ന് നേരെ നിർത്തണമെങ്കിൽ. അപ്പൊ അതെ അതെ എന്തൊക്കെ ആവശ്യമുണ്ട് നമ്മുടെ ചിന്തകളെ ഒന്ന് പേടിപ്പിക്കാനോ നേരെ നിർത്താനോ നേരെ വഴിക്ക് നയിക്കാനോ നമുക്ക് എന്തൊക്കെ ടൂൾസ് ആവശ്യമുണ്ടെന്നൊക്കെ ഓരോരുത്തര് കണ്ടുപിടിച്ചിട്ട് അതങ്ങ് പ്രയോഗിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രോത്സാഹനത്തിനും നല്ല വാക്കുകൾക്കൊക്കെ ഒത്തിരി നന്ദി. നല്ലൊരു ദിവസം എല്ലാവർക്കും, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. ഓക്കെ ബീന, താങ്ക് യു കേട്ടോ.